ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ഇതാ 2 ജ്യൂസ് കിട്ടിയിട്ടോ. അതിൽ ഒരെണ്ണം കുടിച്ചിട്ട് ഇതാ നമ്മൾ കാഴ്ച കാണാൻ ഇറങ്ങിയതാണ്. ഒന്ന് വത്തക്ക ജ്യൂസും പിന്നെ ഒന്ന് മുന്തിരി ജ്യൂസും ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനൊരു കല്യാണം നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ്ടിട്ടാണ് കേട്ടോ ചെക്കൻ താ തിരിഞ്ഞുന്നത്. പിന്നെ പോപ്കോണൊക്കെ കണ്ട് നമ്മൾ നേരെ ചെന്നു ഐസ്ക്രീമില്ല. അവിടെ നല്ല തിരക്കായിരുന്നു, പിള്ളേരുടെ ഭയങ്കര തിരക്ക്. പിന്നെ എനിക്കൊരു പിള്ള ഉള്ളതുകൊണ്ട് ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടിക്കും മേടിച്ചു എനിക്കും മേടിച്ചു. പിന്നെ അതും കഴിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി കേട്ടോ. ഇതാണ് അവരുടെ ബോർഡ് കേട്ടോ. രസമുണ്ടല്ലേ. പിന്നെ ഇതെന്താ സംഭവം എന്നറിയോ, ഇത് ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൗണ്ടർ ആട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. നമ്മുടെ അങ്കമാലിയിൽ എല്ലാവരും ഇടിച്ചു കുത്തി ഇഷ്ടമുള്ളവർക്ക് മുമ്പൊക്കെ ഇരിക്കാം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഗേൾസിന് വേറെ ബോയ്സിന് വേറെ അങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മളുടെ ഓഡിറ്റോറിയം. പിന്നെ നമ്മളുടെ ഏറ്റവും ലക്ഷ്യം എന്ന് പറയുന്നത് അന്നമാണല്ലോ ഉന്നം. അപ്പം നേരെ ഇതായി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ തരും ഫുഡ് തരാൻ പറഞ്ഞ് ബഹളം വെക്കുന്ന ആച്ചുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതും കഴിച്ചതാ ഞങ്ങൾ നേരെ പെണ്ണിനെയും ചെക്കനെയും കാണാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് കാക്കുതാ നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പം ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമും പോപ്കോണും വാങ്ങിച്ചിട്ട് വന്നിരിക്കായിരുന്നു. പോപ്കോൺ അതാ യാസിമോക്ക് കൊടുത്തിട്ട് ഐസ്ക്രീം ഉമ്മാക്കും കൊടുത്തു കേട്ടോ. എന്നാൽ കുറച്ച് നേരം കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയിരുന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ബൊഫേൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ വേണമെങ്കിൽ ഒന്നുകൂടെ കഴിക്കാം കേട്ടോ. പിന്നെ വയറ് ഫുള്ളായതുകൊണ്ട് പിന്നെ കഴിക്കണ്ടെന്ന് വിചാരിച്ചു. യൂട്യൂബർ ആണെന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് കളിയാക്കുന്ന എൻ്റെ അയൽവാസികളും കാക്കുവിൻ്റെ ഫ്രണ്ട്സുമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കുട്ടി ഉണ്ടല്ലോ, അവൻ എൻ്റെ തൊട്ട് വീടിൻ്റെ അടുത്ത അയൽവാസിയാണ് കേട്ടോ. എപ്പോഴും എന്നെ കളിയാക്കും. ഇതാണ് നമ്മളുടെ അസ്ലാം കാക്ക കേട്ടോ. ഐസ്ക്രീമും തിന്ന് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ആസിമ വേഗം എനിക്ക് പൈനാപ്പിൾ ചായ കുടിക്കാം മുസ എന്ന് പറഞ്ഞിട്ട് ഒരു ചായ മേടിച്ചത്. അതിനാണെങ്കിൽ ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ പോരട്ടെ, മരണ ചൂടായിരുന്നു. നാക്ക് പൊള്ളിയിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല. അവസാനം നമ്മൾ ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിക്കാനുണ്ടായി. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ചൂട് പോയത്. ഇതേപോലെ ചില്ലിട്ട് ഗ്ലാസ്സിൽ തിളപ്പിച്ച് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ പാലക്കാടത്തെ ചൂട് നിങ്ങൾക്കറിയാലോ, ഭയങ്കര ചൂട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നത് നിന്നാണ് കേട്ടോ. അമ്മാതിരി വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു കാറ്റ് കൊള്ളുമ്പോണ്ടല്ലോ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലായിരുന്നു. കാക്കൊക്കെ ഇതാ വിയർത്ത് കുളിച്ചു കേട്ടോ. നോഹമോളും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് വിയർക്കും. അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് പ്ലാൻ ഇട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ കാക്കുവിൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഏട്ടാ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. അപ്പോൾ കാക്കുവിന് വേഗം പോകണമെന്ന് പറഞ്ഞു. നോഹമോളെ സമ്മതിക്കണില്ല കേട്ടോ. ബാപ്പിച്ചിയെ